ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മിൽമയിൽ വീണ്ടും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അതുകൂടാതെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ ഒരു ഷോർട്ട് നോട്ടീസ് ഇപ്പൊ ഇവിടെ ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന ടെക്നീഷ്യനും ഇത് നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം അത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമയിലേക്ക് തന്നെ വിളിച്ച നോട്ടിഫിക്കേഷൻ ആണ്. അത് PSC വഴിയായിരുന്നു ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം വിളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, മിൽമക്ക് മൂന്ന് റീജിയനുകൾ, അതായത് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന് മൂന്ന് റീജിയനാണ് ഉള്ളത്. ഒന്ന് എറണാകുളം, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് മലബാർ റീജിയൻ. അപ്പൊ മലബാർ റീജിയനിലേക്കും ട്രിവാൻഡ്രം റീജിയനിലേക്കുമാണ് ഇപ്പം വിളിക്കുന്നത്. കണ്ടില്ലേ? തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ടെക്നീഷ്യൻ ഗ്രേഡ് 1, ടെക്നീഷ്യൻ ഗ്രേഡ് 2, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മിൽമയുടെ ട്രിവാൻഡ്രം റീജിയൻ നോക്കാം, പിന്നെ നമുക്ക് മലബാർ റീജിയനിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ 6-ാം തീയതി ഔട്ട് ആവുന്നുണ്ടാവും. അപ്പൊ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 50,370 തൊട്ട് 1,05,560 വരെയാണ് സ്കെയിൽ ഓഫ് പേ. മൂന്ന് വേക്കൻസി ആണ് ഉള്ളത്. മൂന്ന് ജനറൽ റിക്രൂട്ട്മെന്റ് തന്നെയാണ്. മെക്കാനിക്കലിന് മൂന്ന് തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ബോയിലർ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് 4 വേക്കൻസി ആണുള്ളത്. ഇലക്ട്രീഷ്യന് 5 വേക്കൻസി ആണുള്ളത്. 29,490 തൊട്ട് 85,160 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നുള്ളത്. ജനറല് 4ഉം SC ST 1. ആ ഒരു രീതിയിലാണ് അവിടെ വേക്കൻസിയുടെ റിസർവേഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ 6-ാം തീയതി പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അന്നേരം ആയിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്നേരം ആയിരിക്കും അറിയുന്നുണ്ടാവുക. അതിന് ഇതിപ്പോ തിരുവനന്തപുരം റീജിയണിലേക്കാണ്. ഇനിയിപ്പോ മലബാർ റീജിയണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ മെക്കാനിക്കല് രണ്ടുണ്ട്, പിന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പ്രോജക്ട്സിലേക്കാണ് 50,300 തൊട്ട് 1,05,560 വരെ ഒരു വേക്കൻസി ആണ് ഉള്ളത്. ബാക്കി ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക്കൽ എല്ലാം ഉണ്ട്. പിന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ 9 വേക്കൻസി ഉണ്ട് കേട്ടോ. 8 ജനറലും SC STക്കും ഒന്നും. ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ 3, ഫിറ്റർ ആണെങ്കിൽ 1. പിന്നെ പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 47 വേക്കൻസി ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലായിരിക്കും ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ എനിക്ക് തോന്നുന്നു ബിടെക്കിനായിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടാവാം ഇൻ കേസ് ഓഫ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. പിന്നെ അവിടെ ഡിസൈറബിൾ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഉണ്ടാവാം. ഡിസൈറബിൾ ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അങ്ങനെയാകുമ്പോൾ അവിടെ ഓൾറെഡി ഇപ്പം കോൺട്രാക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് അവർ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്താൽ അവർക്ക് ചിലപ്പോൾ എന്താ അവിടെ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടാവാം. പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ദി 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ മിൽമ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. എക്സാമിനേഷൻ പാറ്റേണും അങ്ങനെ തന്നെ എന്നാൽ മാത്രമേ നമുക്ക് അവിടെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.